നമ്മൾ അള്ളാഹുവിനെ ശരിക്കും ഓർക്കണമെങ്കിൽ അള്ളാഹിനെ പഠിക്കാൻ കുത്തിരിക്കണതിന് പകരം നമ്മളെ പഠിക്കണം. നമ്മൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, മരണത്തിന്റെ സഹോദരൻ എന്ന് പേര് വെക്കപ്പെട്ട ഉറക്കിലേക്ക് ഞാൻ വഴുതി വീഴുകയാണ്. നമ്മുടെ ഒരു നിസ്സഹായത നോക്ക് നിങ്ങള്. മനുഷ്യൻ എങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ പറ്റും? എങ്ങനെ നമുക്ക് മേനിയടക്ക് നടിക്കാൻ പറ്റും? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഓപ്പൺ അവയവങ്ങളിൽ നമ്മളൊന്ന് കൈവച്ച് കഴിഞ്ഞാലൊക്കെ അമ്ലമാണ്. കണ്ണിൽ നിന്ന് അമ്ലം, നാസാരന്ധ്രങ്ങളിൽ നിന്ന് അമ്ലം, വായിൽ നിന്ന് അമ്ലം, കർണപുടങ്ങളിൽ നിന്ന് അമ്ലം. മനുഷ്യന്റെ നിസ്സഹായതയാണ്. നമ്മളൊന്ന് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്ഷൻ മാറി. സാധാരണ ഒരു പൊതു സദസ്സിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ ഡ്രസ് കോഡ് നമ്മൾ ശ്രദ്ധിക്കും. അതിന്റെ ഇടയിൽ നമ്മൊന്ന് ആലസ്യത്തിലേക്ക് വഴുതി വീണ് നമ്മുടെ കൺട്രോൾ ഒന്ന് തെറ്റി നമ്മളൊന്ന് ഉറങ്ങിപ്പോയാൽ നമ്മുടെ ചുണ്ടിന്റെ ചലനം പോലും നമ്മുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോയി. അല്ലാത്ത സമയത്തോ നമ്മുടെ ചുണ്ടിന്റെ ആകാരം പോലും നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ മുഖഭാവം നമ്മൾ ശ്രദ്ധിക്കും. ഏതൊക്കെ ക്യാമറ കണ്ണുകളാണ് എന്നെ ഒപ്പിയെടുക്കുക. അപ്പൊ അവിടെയൊന്നും ഞാൻ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടാൻ പാടില്ല. അപ്പൊ എന്റെ ശരീരഭാഷ അത് ഇമ്പോർട്ടന്റ് ആണ്, എന്റെ ഡ്രസ് കോഡ് അത് ഇമ്പോർട്ടന്റ് ആണ്, എന്റെ ഇന്റർപ്രിട്ടേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ വാശി പിടിക്കുന്ന, നിർബന്ധം പിടിക്കുന്ന മനുഷ്യൻ ഇതിന്റെ ഇടയിലൂടെ ഒന്ന് സുഖസുഷുപ്തിയിലേക്കൊന്ന് വഴുതി വീണു പോയാൽ, അവനെ മെല്ലെ വന്നിട്ടൊന്ന് നിദ്രാദേവി തലോടി കഴിഞ്ഞാല് അവൻ പോയി. ഈ ലോകത്ത് നിന്ന് അവന്റെ കൺട്രോൾ വിട്ടുപോയി. പിന്നെ അവനെ വേറെ എന്തെയോ ശക്തിയാ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഒരു പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കിൽ നിന്ന് ഉണർന്ന് കടന്നു വരുമ്പോൾ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി, എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. അഹ്യാ എപ്പോ? ബഅദമാ അമാതനി, എന്നെ മൗത്താക്കിയ ശേഷം. ആക്ച്വലി നമ്മൾ പറയേണ്ടത് എന്താണ് സഹോദരങ്ങളെ? അൽഹംദുലില്ലാഹില്ലദീ അയ്ഖളനി, എന്നെ ഉണർത്തിയ റബ്ബിനാണ് സർവസ്തുതിയും. എപ്പോ? ബഅദമാ അനാമനി, എന്നെ ഉറക്കിയതിന്റെ ശേഷം. പക്ഷെ അവിടെ നൗമും പറഞ്ഞില്ല, യഖളത്തും പറഞ്ഞില്ല, ഉറക്കും പറഞ്ഞില്ല, ഉണർച്ചയും പറഞ്ഞില്ല. ഇന്നലെ രാത്രി എന്റെ ബെഡിലേക്ക് ഞാൻ ശരീരം ചായ്ച്ച് വെച്ചതോടുകൂടെ എന്നെ മരിപ്പിച്ച റബ്ബേ, ഇന്നിന്റെ പ്രഭാതത്തിൽ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു പാഠല്ലേ നമുക്കൊക്കെ? നമ്മുടെ നിസ്സഹായത ബോധ്യപ്പെടുത്താൻ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോണോ? അതാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. അപ്പൊ എങ്ങനെ റബ്ബിനെ പഠിക്കണം? നമ്മളെ ഹ്യൂമൻ അനാട്ടമി പഠിച്ചിട്ട് റബ്ബിലേക്ക് നമ്മൾ എത്തണം. ഭക്ഷണം കഴിക്കാൻ ഹെവി ഫുഡ് കഴിച്ചു, ലൈറ്റ് ഫുഡ് കഴിച്ചു, എൻ്റെ വായിൽ നിന്ന് അതിങ്ങനെ ചവച്ച് ഞാൻ എൻ്റെ ആമാശയത്തിന് കൊടുത്തു ഡ്യൂട്ടി. ഞാൻ രാത്രി ഉറക്കമിളച്ച് ഇരിക്കുന്നില്ല, ഞാൻ ഉറങ്ങിപ്പോകാൻ, എൻ്റെ അവയവങ്ങൾ ഉറങ്ങാൻ. ആ സമയത്ത് കൽബുറങ്ങുന്നു, കണ്ണുറങ്ങുന്നു, നമ്മുടെ എവരി ഓർഗാൻസ് ഉറക്കിലേക്ക് വഴുതി വീഴുന്നു. ആ സമയത്തും നൈഫ്രോണുകൾ എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് അരിപ്പകളിലിട്ടിട്ട് നമ്മുടെ യൂറിനെയും നമ്മളെ ബ്ലഡിനെയും പ്യൂരിഫൈ ചെയ്യുന്ന ഒരു അവയവമുണ്ട്, അതാണ് വൃക്ക. ആ വൃക്ക പണിമുടക്കി കഴിഞ്ഞതിന്റെ പരമാർത്ഥങ്ങളൊക്കെ ഇന്ന് തങ്ങളവരുടെ ദുആയിൽ മുഴച്ചു നിന്നു. നമ്മളൊക്കെ നെഞ്ഞത്ത് കൈവച്ചിട്ട് ആമീൻ പറഞ്ഞു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് എത്ര ധന്യമായൊരു സദസ്സാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആയിരക്കണക്കിന് ഉമ്മമാര്, ഉപ്പമാര്, രക്ഷിതാക്കള്, മുതല്ലിം സുഹൃത്തുക്കള്, സയ്യിദന്മാർ, ഒരാളെ ദുആക്ക് അല്ലാഹുവിന്റെ മാലാഖമാർ ഇജാബത്തിന്റെ ശുപാർശ കൊടുത്താല് ഈ സദസ്സിൽ അള്ളാന്റെ ദർബാറിലേക്ക് കൈ പൊന്തിച്ച മുഴുവൻ കക്ഷികളും രക്ഷപ്പെട്ടു. അങ്ങനത്തെ ഒരു സദസ്സാക്കി അല്ലാഹു ഈ സദസ്സിനെ മാറ്റുമാറാകട്ടെ. ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോ ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ.
ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ യസ്സിർ സകറാതില്ലിയാതു മീതു ദീനൽ മുൻജിയായ മല്ലഹു അൻഹാബിയാഖിൻ നാദബാമയ്യ അല്ലാഹ്. ഏതാണ് തന്റെ പ്രിയപ്പെട്ടവര് 313 അസ്ഹാബുൽ ബദരീങ്ങളെ പേര് ബൈത്തിലൂടെ കാവ്യതല്ലജങ്ങളിലൂടെ കോർത്തിണക്കിയിട്ട് അവരുടെ പേരിന്റെ കൂടെ ഒരു ടിപ്സ് കൂടി അല്ലാഹ് കിട്ടുകൊടുക്കുകയാണ്. റബ്ബേ, ദണ്ണം, വബാ, വസൂരി, മറ്റുള്ള ദീനം. 10-30 കൊല്ലം മുമ്പ് ഞങ്ങളുടെ മലബാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പ്രായോഗികവൽക്കരിക്കപ്പെട്ടൊരു ഭാഷയാണ് ദീനം എന്നുള്ളത്, ദണ്ണം എന്നുള്ളത്. ഈ ദണ്ണം, ദീനം എന്നുള്ള ഈ വാക്കിൽ നിന്ന് തന്നെ ഒരു രോഗത്തിന്റെ ഗാഢത, അതിന്റെ തീക്ഷ്ണമായ അവസ്ഥ ശരിക്ക് ബോധ്യപ്പെടും നമുക്ക്. അതാണ് ശരിക്ക് പച്ച മലയാളത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പറയാണ്. ആരെ ലാക്കാക്കിയാണ് നമ്മൾ പറയുന്നത്, ആരെ കൂട്ടാക്കിയാണ് നമ്മൾ പറയുന്നത്. കുമാരനാശാന്റെ ഒരു കവിതയെ തന്നെ പറയുന്നുണ്ട്, പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധനാകും പാപിഷ്ടർ പോലും എന്നാണ്. നമ്മൾ പരിസരം നന്നാക്കുകയാണ്, അസ്ഹാബുൽ ബദരീങ്ങളുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ. അസ്ഹാബുൽ ബദരീങ്ങൾ പറയും, എന്റെ പരിസരത്ത്, എന്റെ ചാരത്ത് വന്നിട്ട് അവൻ ദുആ ചെയ്തു. എന്താ അവരുടെ ഹുളൂർ ഇവിടെ ഉണ്ട്, അവരുടെ ഹുളൂർ ഇവിടെ ഉണ്ട്. ബൽ ഹും അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവരവരുടെ റബ്ബിന്റെ അടുക്കൽ അഹ്യാൻ, അംവാതല്ല. ആ ദൃഢമായ വിശ്വാസത്തിന്റെ അനന്തര ഫലങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ആമീൻ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഉയർന്നു പോകുന്നത് എന്നർത്ഥം. യെസ്, കം ടു ദി പോയിന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തം ശരീരത്തെ അറിയാന്നുള്ളതാണ്. ഇപ്പൊ അടുത്ത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് വാപ്പാനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയ 2 ഉദ്യോഗസ്ഥന്മാരെ കാണാൻ ഇടയായി. അവര് പറഞ്ഞു, എന്തേ ഹോസ്പിറ്റലിന്റെ പുറത്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ 85 വയസ്സുള്ള ഉപ്പ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ്. എന്തേ പ്രശ്നം വന്നെന്ന് ചോദിച്ചു. ഒന്നുമില്ല, മൂത്രം ഒന്ന് ബ്ലോക്ക് ആയതാണ്. വെള്ളം കുടിച്ച വെള്ളത്തിന്റെ ആ അംശം മൂത്രനാളത്തിലൂടെ പുറത്തു പോകാതെ 1.5 ദിവസം മൂത്രം ബ്ലോക്ക് ആയപ്പോ 8.5 പതിറ്റാണ്ട് ഭൂലോകത്ത് ജീവിച്ചൊരു മനുഷ്യൻ, വന്യവയോധികനായ മനുഷ്യൻ അസ്വസ്ഥത കൊള്ളുകയാണ്. അതെങ്ങനെ പെടയാണ്, വേദന കൊണ്ട്. വാപ്പ പെടയുന്നത് കണ്ടപ്പോ മക്കള് വേഗം ഹോസ്പിറ്റലൈസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഒരു മൈനർ ശസ്ത്രക്രിയ വേണം. ചെറിയൊരു ശസ്ത്രക്രിയയിലൂടെ കെട്ടിക്കിടന്ന ബ്ലാഡറിൽ കെട്ടിക്കിടന്ന യൂറിന് മുഴുവൻ പുറത്തേക്ക് ഒഴുക്കി. അപ്പോ ഈ മനുഷ്യൻ കരയാണ്. അദ്ദേഹത്തെ ഐസിയിലേക്ക് മാറ്റി റെസ്റ്റിന് വേണ്ടി, നിരീക്ഷണത്തിന് വേണ്ടി മാറ്റുമ്പോ 2 നഴ്സുമാര് വന്നിട്ട് പുറത്ത് നിൽക്കുന്ന മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, വാപ്പ ഐസിയുവിന്റെ അകത്ത് കരയാണ്, നിങ്ങൾ മക്കളൊന്ന് വന്നിട്ട് കാരണം തിരക്കണം. കാരണം 1.5 ദിവസം ഈ മൂത്രം ബ്ലോക്കായിട്ട് ഈ മനുഷ്യൻ പെടയുമ്പോഴും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. ഇപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞ് യൂറിൻ ബ്ലോക്ക് ആയത് മുഴുവൻ പുറത്തേക്ക് ഒഴുക്കി ആൾക്ക് സൗഖ്യവും ക്ഷേമവും കിട്ടിയപ്പോഴാണ് കണ്ണിന്ന് വെള്ളമൊഴുക്കിയത്. അതെന്തിനാണ്? നിങ്ങൾ പോയി അന്വേഷിക്കണം. മക്കള് പോയി കട്ടിലിന്റെ ചാരത്തിരുന്നിട്ട് ബാപ്പാനോട് കാര്യം തിരക്കുമ്പോ ബാപ്പ പറഞ്ഞൊരു വർത്താനുണ്ട്. അതെന്താണ്? 8.5 പതിറ്റാണ്ട് 85 കൊല്ലം ഞാൻ കുടിച്ച വെള്ളത്തിന്റെ കണക്കെന്റെ റബ്ബനോട് ചോദിച്ചിട്ടില്ല. 1.5 ദിവസം അല്ലാഹു തആല ഞാൻ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് ചോദിച്ചപ്പോ അതിന് ശസ്ത്രക്രിയ വേണ്ടി വന്നു. 8.5 പതിറ്റാണ്ട് കുടിച്ച വെള്ളത്തിന്റെ കണക്ക് ചോദിക്കാത്ത റബ്ബിനോട് ശുക്ർ ചെയ്യാൻ മറന്നുപോയതിന്റെ നൊമ്പരമാണ്. ഒരൊറ്റ ഓപ്പറേഷനിലൂടെ എന്റെ ബ്ലാഡർ ഓപ്പറേഷൻ നടത്തി കെട്ടിക്കിടക്കുന്ന മൂത്രങ്ങൾ മുഴുവൻ പുറത്തേക്ക് ഒഴുക്കിയതോടുകൂടെ എനിക്ക് കിട്ടിയ സുഖം അത് അനിർവചനീയമാണ്. അത് ഇവിടെ നിർവചിക്കുക അസാധ്യമാണ്. അതൊരു മനുഷ്യൻ പറഞ്ഞതാണ്.
ഡെയിലി നമ്മളെ ഈ മദ്രസയിൽ നമ്മളെ മക്കൾ പഠിക്കുകയാണ്. ഖലായിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അള്ളാഹുവിനോട് പറയാൻ പിന്നെ പറയാൻ എന്റെ ആമാശയം പോലും ഇന്നലെ രാത്രി ഞാൻ ചവച്ചരച്ച ഭക്ഷണ വസ്തുക്കളെ എന്റെ ആമാശയം പിന്നെ അതിന്റെ ഡൈജഷൻ ഫംഗ്ഷൻ നടത്തി അതിന്റെ പ്രോട്ടീൻസിനെ എന്റെ മസിലുകളിലേക്ക് സപ്ലൈ ചെയ്തു. അതിന്റെ ബച്ചാക്കുച്ച, അതിന്റെ ഉച്ഛിഷ്ടം ആമാശയം വൻകുടലിലേക്ക് പുറന്തള്ളിയ സമയത്ത് അല്ലാഹു തആല എനിക്കൊരു ബോധം തരാൻ, എന്റെ ഖലായിലേക്ക് പോകണം, പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ പോകണം. ഞാൻ പോകുന്നു, കൃത്യനിർവഹണം നടത്തുന്നു. തിരിച്ചു പോരുമ്പോ വലതുകാലി വെച്ചിട്ട് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. എന്റെ ആമാശയം പുറംതള്ളിയ മ്ലേച്ഛമായ മാലിന്യങ്ങളെ എന്റെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് ഒഴുക്കാൻ എനിക്ക് സൗകര്യം തന്ന തമ്പുരാനെ നിനക്കാണ് സർവസ്തുതിയും. വഅഫാനി, അതോടുകൂടെ നീ എനിക്ക് സുഖവും തന്നു. അപ്പൊ ഡൈജഷൻ ഫംഗ്ഷൻ ക്ലിയർ ആയാലേ മനുഷ്യന്റെ ആരോഗ്യം ക്ലിയർ ആവുള്ളൂ. അൽ മഇദതു ബൈതുദ്ദാ വൽ ഹിംയതു റഅസു കുല്ലി ദവാ. അൽ മഇദ സ്tomach, ഈ ആമാശയം, ബൈതുദ്ദാ സകല രോഗങ്ങളുടെയും കലവറയാണ്. എല്ലാ രോഗവും ആമാശയത്തിലാണ്. ആയുർവേദിക് ട്രീറ്റ്മെന്റ് അനുസരിച്ച് ആദ്യം എന്ത് അസുഖം പറഞ്ഞിട്ട് ആര്യവൈദ്യ ഡോക്ടർമാരുടെ, ആർഷഭാരത സംസ്കാരം പഠിച്ച ആര്യവൈദ്യന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ ചോദിക്കല് ശോധനയും ഡൈജഷൻ ഫംഗ്ഷനും ക്ലിയർ ആണോ. അത് ക്ലിയർ ആയിട്ട് മതി അടുത്ത മരുന്ന് എഴുതാൻ. എന്താ? അതൊരു മനുഷ്യന്റെ ശാരീരിക പ്രക്രിയയെ പറ്റിയിട്ടുള്ള അനാവരണമാണ്. ആ അനാവരണം ഡെയിലി ഒന്ന് ബാത്റൂമിൽ പോയി തിരിച്ചിറങ്ങുമ്പോ ഇബാദത്തിന്റെ ഭാഗമായി ദീനിൽ ഇഴുകിച്ചേർത്ത് എഴുതി വെച്ച ഒരു വിഭാഗമാണ് ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും എന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ? ഗൈഡ്